നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ 133 സാക്ഷികൾ. നിർണായകമായത് ദൃക്സാക്ഷിമൊഴി. 30-ലധികം രേഖകളും ശാസ്ത്രീയ തെളിവുകളും കോടതിയിൽ. പോലീസിന് നേരെ പാലക്കാട് ലഹരി കടത്ത് സംഘത്തിന്റെ ആക്രമണം. AICക്ക് പരിക്കുപറ്റി. കായംകുളത്ത് കോളേജിന് സമീപം MDMAയുമായി യുവാക്കൾ പിടിയിൽ. കൊച്ചിയിൽ ലഹരി വിൽപ്പനയ്ക്കായി ലൈവ് ഡീൽ നടത്തിയവർ കസ്റ്റഡിയിൽ. തൊടുപുഴയിൽ വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായക തെളിവായ വാൻ കണ്ടെടുത്തു. മുഖ്യപ്രതി ജോമോന്റെ സുഹൃത്തിന്റെ വാഹനമെന്ന പോലീസ്. കോഴിക്കോട് ഷിബില വധക്കേസ് പ്രതിയുമായി തെളിവെടുത്തു. എറണാകുളം വൈപ്പിൻ ഗ്രോസറി ജംഗ്ഷന്റെ സ്റ്റാളുകൾ പൊളിച്ചു തുടങ്ങി. സാവകാശം നൽകാതെയാണ് നടപടിയെന്ന് പരാതി. പ്രതിഷേധവുമായി മത്സ്യക്കച്ചവടക്കാർ. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാനയാക്രമണം. വീട് തകർത്തു. 301 മേഖലയിൽ എത്തിയത് ചക്കക്കൊമ്പനടക്കമുള്ള കാട്ടാനക്കൂട്ടം. തൊടുപുഴയ്ക്ക് സമീപം തേക്കിൻ കൂപ്പിൽ കാട്ടുപോത്തുകൾ ഇറങ്ങി. വാർത്തകൾ വിശദമായി നോക്കാം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. കൊലപാതകം നടന്ന 58-ാം ദിവസമാണ് ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. 480 പേജുള്ള കുറ്റപത്രത്തിൽ 132 സാക്ഷികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ കഴിഞ്ഞ ജനുവരി 27-നാണ് പോത്തുണ്ടി സ്വദേശി സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ അയൽവാസിയായ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. സുധാകരന്റെ ഭാര്യ സജിതയെ 2019 കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ സമയത്തായിരുന്നു ചെന്താമര ഇരട്ടക്കൊലപാതകം നടത്തിയത്. 480 പേജുള്ള കുറ്റപത്രത്തിൽ പോലീസുകാർ ഉൾപ്പെടെ 132 സാക്ഷികളാണുള്ളത്. 60-ലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും കുറ്റപത്രത്തിലുണ്ട്. കൊലപാതക സമയം, നിർണായക സാക്ഷികളുടെ സാന്നിധ്യം തെളിയിക്കുന്ന ഗൂഗിൾ ടൈം ലൈൻ മാപ്പും കുറ്റപത്രത്തിലെ ശാസ്ത്രീയ രേഖയാണ്. ലക്ഷ്മിയെ ചെന്താമര കൊലപ്പെടുത്തുന്നത് നേരിൽ കണ്ട ഏക ദൃക്സാക്ഷിയുടെ മൊഴിയും ചിറ്റൂർ കോടതിയിൽ രേഖപ്പെടുത്തിയ 8 പേരുടെ രഹസ്യമൊഴിയും കേസിൽ നിർണായകമാകും. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വെട്ടുകത്തിയുടെ പിടിയിൽ നിന്ന് ചെന്താമരയുടെ DNA ലഭിച്ചതും പ്രതിയുടെ ലുങ്കിയിൽ നിന്ന് സുധാകരന്റെയും ലക്ഷ്മിയുടെയും രക്തക്കറ കണ്ടെത്തിയതും ശാസ്ത്രീയ തെളിവുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രതി മാനസിക രോഗിയല്ലെന്ന് തെളിയിക്കുന്ന രേഖകളും കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. സജിതയെ കൊലപ്പെടുത്തിയ കേസിലെ മുഴുവൻ പരിശോധനാ ഫലവും ലഭിച്ചതിനാൽ ഈ കേസിലും ഒരേ സമയം വിചാരണ നടപടികൾ തുടങ്ങാനാവുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ഇപ്പോൾ 58th ഡേ ആണ്, 58ാം ദിവസമാണ് ഉള്ളത്. സോ ഫാസ്റ്റ് ട്രാക്ക് ബേസിസിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് ഏകദേശം ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ പൂർത്തിയായിട്ടുണ്ട്. സോ കോൺസിക്വൻ്റ്ലി നമുക്ക് ചാർജ് കിട്ടും. ചെന്താമരയുടെ ഭാര്യ പിരിഞ്ഞു പോകാൻ കാരണം സജിതയും കുടുംബവുമാണെന്ന സംശയമാണ് കൊലകൾക്ക് കാരണമായത്. ന്യൂസ് 18 പാലക്കാട്. കോഴിക്കോട് താമരശ്ശേരി ഈങ്ങാപ്പുഴ ഷിബില വധക്കേസിൽ പ്രതി യാസിറുമായി തെളിവെടുത്ത് പോലീസ്. കൊല്ലാൻ ഉപയോഗിച്ച കത്തി വാങ്ങിയ കടയിൽ നടത്തിയ തെളിവെടുപ്പിൽ ജീവനക്കാർ പ്രതിയെ തിരിച്ചറിഞ്ഞു. ഇന്നലെ ബാലുശ്ശേരി എസ്റ്റേറ്റ് ജംഗ്ഷനിലെ പെട്രോൾ പമ്പിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇലന്തൂർ നരബലി കേസിൽ പ്രതികൾക്കെതിരെ ഏപ്രിൽ 1-ന് കോടതി കുറ്റം ചുമത്തും. മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, ലൈല എന്നിവർക്കെതിരെയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കുറ്റം ചുമത്തുക. പ്രതികളുടെ വിടുതൽ ഹർജിയിലും കോടതി അന്ന് തന്നെ വിധി പറയും. വിടുതൽ ഹർജി തള്ളുകയാണെങ്കിൽ കുറ്റം ചുമത്തുന്നതിന് സാവകാശം വേണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യം കോടതി അംഗീകരിച്ചിട്ടില്ല. കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചുമെന്നാണ് വിടുതൽ ഹർജിയിൽ പ്രതികളുടെ വാദം. ഇതല്ലാതെ കേസിൽ യാതൊരു തെളിവുമില്ലെന്നും പ്രതികൾ വാദിച്ചിരുന്നു. എന്നാൽ പ്രതികൾക്കെതിരെ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഉണ്ടെന്ന് ഹർജിയെ എതിർത്ത് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പാലക്കാട് വടക്കഞ്ചേരിയിൽ ലഹരി ഇടപാടുകാരെ പിടികൂടാൻ ശ്രമിച്ച പോലീസുകാരന് നേരെ വധശ്രമം. വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ASI ഉവൈസിനെയാണ് കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഉവൈസിന്റെ കാലിന് പരുക്കേറ്റു. ലഹരി ഇടപാട് നടത്തി തിരികെ വരുമ്പോൾ പോലീസ് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇന്നലെ വൈകുന്നേരം കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ട്, ഒരു ഡീലിങ്സ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു രഹസ്യവിവരത്തെ തുടർന്ന് CI സാർ മെസ്സേജ് സാർ നിർദ്ദേശപ്രകാരം ഞങ്ങൾ 4 പേര് 2 ബൈക്കിലായിട്ട് പോയതാണ്. ശങ്കരൻ കണ്ണന്തോട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആളൊഴിഞ്ഞ തൊടിയിൽ ഡീലിങ്സ് നടക്കുന്നുണ്ടായിരുന്നു.
അവർ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോയി. അപ്പോൾ വേറെ റോഡിൽ വെച്ച് ഞങ്ങൾ പുറകെ പോയി. അപ്പോൾ അവനൊരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വണ്ടി വട്ടം വെച്ചതാണ്. വണ്ടി വട്ടം വെച്ച് ഡോറ് തുറന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ട് വരുമ്പോഴേക്കും ഞങ്ങളെ ഇടിച്ച് തെറിപ്പിച്ചാണ്. അതിലാണ് കാലിൽ ഇതായത്. അപ്പോൾ ഞങ്ങൾ നേരെ റോഡിലേക്ക് മറിഞ്ഞു വീണു. എൻ്റെ കാലിന് ഈ പരിക്കുണ്ട്. കൂടെ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് അറിയില്ല. ഡ്രൈവിംഗ് സീറ്റിലുള്ള ആളിനെയാണ് നമ്മൾ വ്യക്തമായിട്ട് കണ്ടത്. പിന്നെ കാറിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് ആ ഇരുട്ടായിരുന്നു. പാലക്കാട് വാളയാറിൽ MDMAയുമായി പിടിയിലായ അമ്മയും മകനും എക്സൈസിന്റെ നോട്ടപ്പുള്ളി. പിടിയിലായ അശ്വതി ബംഗളൂരുവിൽ നിന്ന് വർഷങ്ങളോളം ലഹരി കടത്തിയെന്നും എക്സൈസ് പറയുന്നു. കഴിഞ്ഞ ദിവസം വാളയാർ ചെക്ക് പോസ്റ്റിൽ നടത്തിയ തെരച്ചിലിലാണ് മയക്കുമരുന്ന് സംഘം പിടിയിലായത്. തൃശൂർ സ്വദേശി അശ്വതി, മകൻ ഷോൺ സണ്ണി, കോഴിക്കോട് എലത്തൂർ സ്വദേശികളായ പി മൃദുൽ, അശ്വിൻ ലാൽ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നാണ് MDMAയുമായി ഇവരെത്തിയത്. ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ സംശയം തോന്നിയ എക്സൈസ് സംഘം വാഹനം പരിശോധിക്കുകയായിരുന്നു. മയക്കുഗുളികകളും സിറിഞ്ചുകളും പിടിച്ചെടുത്തു. കഴിഞ്ഞ 5-ാം തീയതി മുതൽ കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്നൊരു ലഹരിക്കെതിരെയുള്ളൊരു പരിപാടിയാണ്. അതിന്റെ ഭാഗമായിട്ട് ഊർജിതമായിട്ടുള്ള വാഹന പരിശോധന മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാറിൽ നിന്നാണ് ഈ പ്രതികളെ MDMA ആയിട്ട് പിടികൂടുന്നത്. ഇവർ ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നതെന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇത് ഉദ്ദേശം 12 ഗ്രാമോളം ഉണ്ട്. MDMA ആണ്, മാരക മയക്കുമരുന്നായിട്ടുള്ള MDMA ആണ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. നേരത്തെയും അശ്വതി ലഹരി കടത്തിയിരുന്നതായാണ് എക്സൈസ് പറയുന്നത്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയതിനു ശേഷമാണ് ലഹരി ഉപയോഗം തുടങ്ങിയതെന്നാണ് പിടിയിലായ അശ്വതിയുടെ മൊഴി. എലത്തൂർ സ്വദേശി മൃദുലിന്റെ പ്രേരണയിലാണ് ലഹരി ഉപയോഗത്തിലേക്കും കടത്തിലേക്കും എത്തിയത്. മയക്കുമരുന്ന് എറണാകുളത്തെത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്നതാണ് സംഘത്തിന്റെ രീതി. സംഘത്തിലെ കൂടുതൽ പേർക്കായി അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 പാലക്കാട്. ആലപ്പുഴ കായംകുളത്ത് കോളേജിന് സമീപത്തു നിന്ന് MDMAയുമായി യുവാക്കൾ പിടിയിൽ. കരുനാഗപ്പള്ളി സ്വദേശി റീഗൽ രാജ്, മൈനാഗപ്പള്ളി സ്വദേശി ആകാശ് എന്നിവരാണ് പിടിയിലായത്. MSM കോളേജിന് സമീപത്തു നിന്നാണ് ഇവർ പിടിയിലായത്. 23 ഗ്രാം MDMA യുവാക്കളിൽ നിന്ന് പിടിച്ചെടുത്തു. കൊച്ചിയിൽ ലഹരി വിൽപ്പനയ്ക്കായി ലൈവ് ഡീലുമായി പ്രത്യേക സംഘം. 2 പേർ പിടിയിലായി. കഞ്ചാവിന്റെ സാമ്പിൾ കാണിച്ച് ലഹരിയുടെ തോത് മനസ്സിലാക്കിയാണ് വിൽപ്പന നടത്തുക. സംഘത്തിൽ നിന്ന് 2.5 കിലോയിലധികം കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു. മേഖല തുരങ്കം ഭാഗത്തു നിന്ന് 2 അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്നായിട്ട് 2.5 കിലോയോളം കഞ്ചാവ് സീസ് ചെയ്യാനായിട്ട് ഇടയായിട്ടുള്ളത്. 2 പേരാണുള്ളത്. അതിനകത്ത് ഇദ്ദേഹം കറുത്ത ഷർട്ട് ധരിച്ചയാള് അസം സ്വദേശിയാണ്. ബൾക്ക് ക്വാണ്ടിറ്റി കഞ്ചാവ് കൊണ്ടുവന്ന് നമ്മുടെ മേഖല ഭാഗങ്ങളിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾക്കും അതുപോലെ മറ്റ് നമ്മുടെ സ്വദേശികളായിട്ട് ആളുകൾക്കും വിൽപ്പന നടത്തുന്ന ഒരു ആളാണ് അദ്ദേഹം. അത് കൂടെ ഉള്ളത് ഇതിന്റെ സാമ്പിള് മറ്റുള്ളവരെ കാണിച്ച് ബോധ്യപ്പെടുത്തി ലൈവായിട്ട് ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അസം സ്വദേശിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. കൊല്ലം ഓയൂരിൽ കേരള പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പരിശോധനകൾ ശക്തമാക്കി. പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നർക്കോട്ടിക് സ്നിഫർ ട്രെയിനിംഗ് ലഭിച്ച 2 വയസ്സുകാരി സോ എന്ന പോലീസ് നായയാണ് പരിശോധനയ്ക്ക് ഇറക്കിയത്. കടകളിൽ സൂക്ഷിച്ച നിരവധി നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പരിശോധനയിൽ കണ്ടെത്തി. കൊല്ലം റൂറൽ പോലീസിന്റെ കീഴിൽ ആദ്യമായി പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സ്നിഫർ ഡോഗ് പരിശോധനയ്ക്കെത്തിയത്. പ്രധാന ജംഗ്ഷനുകളിലും പലചരക്ക് കടകൾ, മുറുക്കാൻ കടകൾ, ഓട്ടോറിക്ഷകൾ, ചരക്ക് ഗതാഗത വാഹനങ്ങൾ, സ്വകാര്യ ബസ്സുകൾ, KSRTC ബസ്സുകൾ, സ്റ്റേഷനറി കടകൾ, പച്ചക്കറി വ്യാപാരം നടത്തുന്ന കടകൾ തുടങ്ങി മുക്കിലും മൂലയിലും സ്നിഫർ ഡോഗ് മണം പിടിച്ചെത്തി. ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലഹരിയെ തുടച്ചെറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശോധനകൾ കർശനമാക്കിയത്. നേരത്തെ കച്ചവടം ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ, കടകൾ, ഇവിടെ എല്ലാം റെയ്ഡ് കണ്ടക്ട് ചെയ്തിട്ടുള്ളതും കൂടാതെ ഈ K9 സ്ക്വാഡുമായിട്ട് ബന്ധപ്പെട്ട സ്നിഫർ ഡോഗിനെ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ ചെക്കിങ് എല്ലാ പ്രദേശങ്ങളിലും തുടരുന്നതായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. തുടർന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നിടങ്ങളിലും പരിശോധന നടത്തി. പൂയപ്പള്ളി കൊട്ടറയിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പൂയപ്പള്ളി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബിജു ST നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ രജീഷ് മാധവൻ അടങ്ങുന്ന പോലീസ് സംഘമാണ് റെയ്ഡ് നടത്തിയത്. ന്യൂസ് 18 കൊട്ടാരക്കര. തൊടുപുഴയിൽ
തൃശൂരിൽ വ്യാപാരിയായ ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായക തെളിവായ വാൻ കണ്ടെടുത്തു. പ്രതി ജോമോന്റെ സുഹൃത്തിന്റേതാണ് വാൻ. വ്യക്തിപരമായ ആവശ്യത്തിനെന്ന പേരിലാണ് വാഹനം വാങ്ങിയതെന്നും പോലീസ് എത്തിയപ്പോഴാണ് കൊലപാതകത്തെക്കുറിച്ച് അറിയുന്നതെന്നും ഉടമ പറഞ്ഞു. പ്രതികളെ ഇന്നും തെളിവെടുപ്പിന് എത്തിച്ചു. ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ നിർണായക തെളിവായ വാനാണ് ഇന്ന് കണ്ടെത്തിയത്. പ്രതിയായ ജോമോന്റെ സുഹൃത്ത് സിജോയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വാൻ. ജോമോൻ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനെന്ന പേരിലാണ് വാൻ വാങ്ങിയത്. കൊലപാതകത്തിന് ശേഷം രാവിലെ വാഹനം അഞ്ചരക്കവലയിലെ സുഹൃത്തിന്റെ വീട്ടിലെത്തിച്ചു മടക്കി നൽകി. പോലീസ് എത്തിയപ്പോൾ മാത്രമാണ് കൊലപാതകത്തെക്കുറിച്ച് അറിഞ്ഞതെന്നും ഉടമ സിജോ പറയുന്നു. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ വാഹനം എടുത്തുകൊണ്ട് പോയത്. ബുധനാഴ്ച എടുത്തുകൊണ്ട് പോയി, വ്യാഴാഴ്ച രാവിലെ 9 മണിയാകുമ്പോൾ തിരിച്ചുകൊണ്ടിടുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ വാർത്തയിൽ നമുക്കാണ് നമ്മൾ സംഭവം അറിയുന്നത്. ജോമാനെ നേരത്തെ അറിയാം? ജോമാൻ്റെ കൂടെ പണ്ട് കാറ്ററിംഗ് വിളിക്കുന്നുണ്ട്. ബിജുവിനെ അറിയാം? ബിജുവിൻ്റെ വീട്ടിൽ പണിക്ക് പോയിട്ടുണ്ട്. വാനിന്റെ പിൻസീറ്റിലും പ്ലാറ്റ്ഫോമിലും രക്തക്കറ കണ്ടെത്തി. കടത്തിക്കൊണ്ടുപോയ ബിജുവിന്റെ സ്കൂട്ടർ കൊച്ചി വൈപ്പിനിൽ ഉപേക്ഷിച്ചെന്നാണ് പ്രതികളുടെ മൊഴി. കേസിലെ 2ാം പ്രതി ആഷിഖിനെയും തൊടുപുഴയിലെത്തിച്ച് തെളിവെടുക്കും. ന്യൂസ് 18 തൊടുപുഴ. താമരശ്ശേരി ഷിബില വധക്കേസിൽ പ്രതി യാസിർ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വാങ്ങിയ കടയിലെത്തിച്ച് തെളിവെടുത്തു. കൈതപ്പൊയിലിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കത്തി വാങ്ങിയത്. കടയിലെ ജീവനക്കാർ പ്രതിയെ തിരിച്ചറിഞ്ഞു. ബാലുശ്ശേരി എസ്റ്റേറ്റ് ജംഗ്ഷനിലെ പെട്രോൾ പമ്പിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ മാസം 29 വരെയാണ് പ്രതിയുടെ കസ്റ്റഡി. പാലക്കാട് കടമ്പഴിപ്പുറത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഫോറസ്റ്റ് സർവേയറും ഫോറസ്റ്റ് ഗാർഡും പിടിയിൽ. പാലക്കാട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിലെ ഫസ്റ്റ് ഗ്രേഡ് സർവേയർ കരിങ്കരപ്പുള്ളി സ്വദേശി ഫ്രാങ്ക്ലിൻ ജോർജ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുജിത്ത് എന്നിവരാണ് പിടിയിലായത്. വനമേഖലയോട് ചേർന്നുള്ള ഭൂമി അളക്കാൻ 35,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഇരുവരും വിജിലൻസിന്റെ പിടിയിലായത്. കടമ്പഴിപ്പുറം ആലങ്കോട് പാലേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ വനത്തോട് ചേർന്ന സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് ഇവർ കൈക്കൂലി ആവശ്യപ്പെട്ടത്. എറണാകുളം വൈപ്പിൻ ഗോശ്രീ ജംഗ്ഷനിൽ അനധികൃത സ്റ്റാളുകൾ പൊളിക്കുന്നതിനെതിരെ മീൻ വിൽപ്പനക്കാരുടെ പ്രതിഷേധം. ഹാർബർ വികസനത്തിനായി ഏറ്റെടുത്ത സ്ഥലത്തെ സ്റ്റാളുകളാണ് ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി പൊളിച്ചു തുടങ്ങിയത്. ചെറുകിട മീൻ വിൽപ്പനക്കാർക്ക് ഒഴിഞ്ഞുപോകാൻ 1 ദിവസത്തെ സാവകാശം നൽകി. എന്നാൽ മറ്റൊരിടം നൽകാതെ ഒഴിഞ്ഞു പോകില്ലെന്നാണ് വിൽപ്പനക്കാർ പറയുന്നത്. ജിഡയുടെ കീഴിലുള്ള 18 സെന്റ് സ്ഥലത്തെ നിർമ്മാണ പ്രവർത്തികളാണ് ഇപ്പോൾ പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ കടകൾ അത് പൂർണ്ണമായും പൊളിച്ചു നീക്കിക്കഴിഞ്ഞു. ചെറുകിട കച്ചവടക്കാർക്ക്, അതായത് ഇവിടെ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്ന ചെറുകിട മത്സ്യ വിപണനക്കാർക്ക് ഇന്ന് 1 ദിവസത്തെ സമയം കൂടി നൽകിയിട്ടുണ്ട്. നാളെ ഇവരെ ഇവിടെ നിന്നും ഒഴിപ്പിക്കണം, അല്ലെങ്കിൽ ഇവരുടെ സാധനങ്ങളെല്ലാം പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. വലിയ രീതിയിൽ പ്രതിഷേധമായിരുന്നു ഈ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. GCDA പറയുന്നത് ഇവർക്ക് 2 മാസം മുൻപ് തന്നെ നോട്ടീസ് നൽകിയെന്നാണ്. പക്ഷെ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് അത്തരത്തിൽ നോട്ടീസ് നൽകിയിട്ടില്ല. ഒഴിയില്ലെന്ന് പറഞ്ഞാൽ ഒഴിയില്ല. എന്താന്ന് വെച്ചാൽ കുറച്ച് മീൻ എടുത്തിട്ടാണ് ഞങ്ങൾക്ക് വിശപ്പിനുള്ളത് മാത്രം ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് മാറാൻ പോകും. അല്ലാണ്ട് ഞങ്ങൾ ഇനി എവിടെ പോയി ജീവിക്കാനാണിത്? എവിടെ പോയി ഞങ്ങൾ ജീവിക്കും? ഇതില്ലാണ്ട് വീട്ടിൽ പോയിരുന്ന വല്ലതും പറ്റുമോ? ആര് തരും? ഇപ്പൊ മക്കളുടെ കാര്യമൊക്കെ അറിയാവുന്ന കാര്യമല്ലേ? അവര് കൊണ്ടുവന്ന് അവർക്ക് മക്കൾക്ക് കൊടുക്കാൻ ഞങ്ങളെ നോക്കുവോ? എനിക്കുള്ള ഹാർബറിന്റെ തുടർ വികസനത്തിന് എന്തായാലും അതിന് ഫ്രണ്ടിലുള്ള കടകൾ മാറ്റിയേ പറ്റുള്ളായിരുന്നു. അതൊരു വികസനം ഈ ഒരു നാടിന്റെ കൂടി ആവശ്യമാണ്. കാരണം കുറെ കാലങ്ങളായിട്ട് ഇവിടെയുള്ള ആളുകൾ ഈ കളമുക്ക് ഹാർബറിന്റെ വികസനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതി ഉത്തരവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ഒരു നിർമ്മാണ പ്രവൃത്തി പൊളിച്ചു നീക്കാൻ ജിഡ മുന്നോട്ട് വന്നത്. JCB ഉപയോഗിച്ച് പൂർണ്ണമായും ഇവിടെ ഉണ്ടായിരുന്ന കടകൾ പൊളിച്ചു നീക്കിയിരിക്കുന്നു. ജിഡയുടെ വിശദീകരണം അനുസരിച്ച് ഇവിടെ ഉണ്ടായിരുന്ന നിർമ്മാണ പ്രവർത്തികൾ അത് ഈ ഹാർബറിന്റെ വൈപ്പിൻ ഹാർബറിന്റെ നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന ഈ നിർമ്മാണ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നത് എന്നൊരു വിശദീകരണമാണ് അവർ നൽകുന്നത്. ക്യാമറമാൻ ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. ചിന്നക്കനാൽ 301 കോളനിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. വീട് തകർത്തു. പ്രദേശവാസിയായ ആനിയപ്പന്റെ വീടാണ് തകർത്തത്. ചക്കക്കൊമ്പനും കൂട്ടവുമാണ് വീട് ആക്രമിച്ചത്. കൃഷിയും നശിപ്പിച്ചിട്ടുണ്ട്. കാട്ടാനകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിക്കുന്നുവെന്ന് നാട്ടുകാർ. മൂന്നാർ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നല്ല തണ്ണി കല്ലാറിലെ മാലിന്യ പ്ലാന്റിന്റെ പരിസരത്ത് നിന്നാണ് കാട്ടാനകൾ പ്ലാസ്റ്റിക് ഭക്ഷിക്കുന്നത്.
മാലിന്യ പ്ലാന്റിന്റെ പ്രദേശത്ത് സ്ഥിരമായി തമ്പടിച്ചിട്ടുള്ള കാട്ടാനകളാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പതിവായി തിന്നുന്നത്. ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭക്ഷിക്കുന്നത് ഇവയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുമെന്നാണ് ആശങ്ക. പ്ലാന്റിന് മുൻപിൽ തള്ളിയിരുന്ന മാലിന്യത്തിൽ നിന്ന് പടയപ്പ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ പതിവായി എത്തി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ തിന്നത് മുമ്പ് വിവാദമായിരുന്നു. തുടർന്ന് പഞ്ചായത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്ലാന്റിന് മുൻപിൽ തള്ളിയിരുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ വീണ്ടും കാട്ടാനകൾ പ്ലാന്റിന് മുമ്പിലെ മാലിന്യങ്ങളിൽ നിന്നും തീറ്റ തേടിയെത്തുന്നതും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അകത്താക്കുന്നതും. കാട്ടാനകൾ പ്ലാന്റിന്റെ പരിസരത്തേക്ക് എത്താതിരിക്കാൻ പ്രതിരോധ വേലി സ്ഥാപിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറെ കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. ഈ ആവശ്യം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. ഈ വിഷയങ്ങളിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം പച്ചിലക്കവലയ്ക്കും കാളിയാറിനും ഇടയിലെ തേക്കൻകൂപ്പിൽ കാട്ടുപോത്തുകളെത്തി. കാളിയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിനോട് ചേർന്ന് ജനവാസ മേഖലയ്ക്ക് സമീപമായാണ് കാട്ടുപോത്തുകളെ കണ്ടത്. തൊടുപുഴ ഫോറസ്റ്റ് റേഞ്ചിൽപ്പെട്ട ഇടുക്കി വനത്തിൽ നിന്നാണ് ഇവ എത്തിയതെന്ന് കരുതുന്നതായി കാളിയാർ റേഞ്ച് ഓഫീസർ TK മനോജ് പറഞ്ഞു. കാട്ടുപോത്തുകളെ നിരീക്ഷിച്ചു വരുന്നതായി വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. ജലവിഭവ വകുപ്പിന് കീഴിലെ ഡാമുകൾക്ക് സമീപം ബഫർ സോൺ ഏർപ്പെടുത്താനുള്ള തീരുമാനം സർക്കാർ പിൻവലിച്ചു. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ റൂൾ 15 നോട്ടീസിനിടെയാണ് ഉത്തരവ് പിൻവലിക്കാനുള്ള തീരുമാനം സർക്കാർ പ്രഖ്യാപിച്ചത്. ഇത് സഭാ ചരിത്രത്തിലും അപൂർവമായ സംഭവമാണ്. അണക്കെട്ടുകളുടെ പരമാവധി ജലനിരപ്പിൽ നിന്നും കരയുടെ ഭാഗത്തേക്കുള്ള 20 മീറ്റർ ബഫർ സോൺ ആക്കിയതും ഇതിനു പുറത്തെ 100 മീറ്റർ ചുറ്റളവിൽ നിർമ്മാണ പ്രവർത്തനത്തിന് ജലവിഭവ വകുപ്പിന്റെ NOC നിർബന്ധമാക്കിയതുമാണ് വിവാദമായത്. ഈ വിഷയം കേരളത്തിൽ വല്ലാത്തൊരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്. ഇത് നമ്മുടെ ഒരു പൊതു ആവശ്യമായി കാണണം. പക്ഷേ ജനങ്ങളിൽ ഒരാശങ്ക നിലനിൽക്കുന്നു എന്ന ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങളോട് യോജിപ്പ് പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പശ്ചാത്തലം നിലവിലുണ്ടെന്ന് പൊതുവിൽ ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. ഗവൺമെന്റ് ചർച്ച ചെയ്യുകയും ചെയ്തു. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ 26/12 ഉത്തരവ് അത് അന്തിമമായി പരിഗണിക്കേണ്ടതില്ല. ചില മാറ്റങ്ങളും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെയും ആ ഉത്തരവ് മാറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആശങ്കയില്ലാത്ത വിധത്തിൽ അത് മോഡിഫൈ ചെയ്യും. അതുകൊണ്ട് 26/12 ഉത്തരവ് ഇതോടുകൂടി തന്നെ അർത്ഥസംഖ്യക്കടിയില്ലാതെ മാറ്റപ്പെടുത്തി ഈ വിഷയം പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് നിലപാട്. ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റിലും പദ്ധതി രേഖയിലും പ്രതിപക്ഷ മെമ്പർമാർക്കായി പണം നീക്കിവച്ചില്ലെന്ന് ആരോപിച്ച് പ്രതിഷേധം. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുധിലാൽ തൃക്കുന്നപ്പുഴ, സ്നേഹ RV, നദീറ ഷാക്കിർ എന്നിവർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ സത്യാഗ്രഹമിരുന്നു. പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റിന്റെ രാഷ്ട്രീയ ലാഭത്തിനുള്ള ബജറ്റാക്കി മാറ്റിയെന്നും അവർ ആരോപിച്ചു. കടുത്ത വേനൽ ചൂടിൽ ചെറു ജലാശയങ്ങളാണ് പലപ്പോഴും ആശ്വാസമാകുന്നത്. ഇത്തരം ജലാശയങ്ങളിൽ കുളിക്കാൻ എത്തുന്നവരും നിരവധിയാണ്. പത്തനംതിട്ട വടശ്ശേരിക്കര അക്വഡേറ്റിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന കനാൽ വെള്ളമാണ് ഇപ്പോൾ പ്രദേശവാസികൾക്കും ഇവിടത്തെ എത്തുന്നവർക്കും വേനൽക്കാലത്ത് ആശ്വാസമാകുന്നത്. ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് കനാലിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തണുത്ത വെള്ളത്തിലുള്ള കുളിയാണ് വടശ്ശേരിക്കര അക്വഡേറ്റിന്റെ പ്രത്യേകത. ജലസേചനത്തിനായി നിർമ്മിച്ച കനാലിന്റെ 2 ഷട്ടറുകളിൽ നിന്നുള്ള വെള്ളമാണ് വേനൽക്കാലത്ത് പ്രദേശവാസികൾക്ക് ആശ്വാസമാകുന്നത്. പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സും ഈ വെള്ളമാണ്. മഴ സീസൺ കഴിഞ്ഞിട്ട് ഉണക്കായി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വന്നാണ് കുളിക്കുകയും നനയ്ക്കുകയും എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. ഇവിടെ നിന്ന് അത്യാവശ്യം വീടുകളിലെ പുറത്തെ ആവശ്യമുള്ള ജലങ്ങളൊക്കെയും വാഹനങ്ങൾ കൊണ്ടുപോകുന്ന ഇവിടെ നിന്നാണ്. അതുപോലെ ഈ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണ ഉച്ച സമയത്ത് ഞങ്ങൾ വന്ന് ഇറങ്ങാറില്ല, എന്നാൽ പോലും തുണി നനയ്ക്കാനായിട്ട് ഇപ്പോൾ വന്നതാണ്. അല്ലാത്തപ്പോഴാണെങ്കിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ കിടന്നാൽ പോലും തിരിച്ചു കയറി പോകാൻ തോന്നുന്നില്ല. കാരണം വീട്ടിലെ ചൂടിൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ ശരീരം നല്ലപോലെ തണുപ്പിച്ചിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. കുളിക്കാനും തുണിയലക്കാനും വീടുകളിലെ മറ്റാവശ്യങ്ങൾക്കും കനാൽ വെള്ളത്തെയാണ് പ്രദേശവാസികൾ ആശ്രയിക്കുന്നത്. വേനൽ ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ചതോടെ രാത്രിയും പകലും എന്നില്ലാതെ നിരവധി പേരാണ് കുളിക്കാനായി ഇവിടെ എത്തുന്നത്.
വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങളും മനോഹരമാണ്. കുളിക്കാനൊക്കെ അടിപൊളി സ്ഥലമാണ്. അതിനകത്ത് അത്ര സ്ഥലമുണ്ട്. നല്ല തണുത്ത വെള്ളം, മണിയാറിൽ നിന്ന് വരുന്ന വെള്ളം, അടിപൊളി നല്ല തണുപ്പാണ്. അപകടങ്ങൾ ഒന്നുമില്ലാത്ത പ്രദേശത്തെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ എത്തുന്നവർ പലരും മണിക്കൂറുകൾ ചെലവഴിച്ചാണ് ഇവിടെ നിന്നും മടങ്ങുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കൊച്ചിയിലേക്ക് വരുന്നവർക്ക് ഇനി മമ്മൂട്ടിയുടെ വീട്ടിലും താമസിക്കാം. പനമ്പള്ളി നഗറിലെ മമ്മൂട്ടിയുടെ വീട് ലക്ഷറി ഹോം സ്റ്റേ ആക്കുകയാണ്. 75,000 രൂപയാണ് ഒരു ദിവസത്തെ വാടക. പനമ്പള്ളി നഗറിന്റെ മേൽവിലാസം ഇപ്പോഴും മമ്മൂട്ടിയുടെ വീട് തന്നെയാണ്. ഏത് റോഡ്, പനമ്പള്ളി നഗറിൽ എവിടെ എന്നതൊക്കെ മമ്മൂട്ടിയുടെ വീടിന്റെ ഏതു ഭാഗത്തായി വരും എന്നതിൽ അവസാനിക്കും. 2008 മുതൽ 20 വരെ മമ്മൂട്ടി കുടുംബവുമൊത്ത് താമസിച്ചത് ഇവിടെയാണ്. ഇവിടുന്ന് വൈറ്റില അമ്പേലിപ്പാടം റോഡിലെ പുതിയ വീട്ടിലേക്ക് മാറി താമസിച്ചിട്ട് കുറച്ചു വർഷങ്ങളെ ആയതുള്ളൂ. എങ്കിലും പനമ്പള്ളി നഗറിലെ KC ജോസഫ് റോഡിലെ ഈ വീടാണ് ഇപ്പോഴും ആരാധകരുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരിക. വെക്കേഷൻ എക്സ്പീരിയൻസ് എന്ന ഗ്രൂപ്പ് ഈ വീട് ഏറ്റെടുത്ത് നവീകരിച്ചു. 4 മുറികളടങ്ങിയ വീട് ഇനി അതിഥികൾക്കായി തുറന്നു കൊടുക്കും. ബോട്ടിക് മോഡലിലാണ് വീട് പുതുക്കി പണിതിരിക്കുന്നത്. ഇവിടെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 10 പേർക്ക് ഒരേ സമയം താമസിക്കാം. ഒരേ സമയം ഒരു ഗ്രൂപ്പിന് മാത്രമായിരിക്കും പ്രവേശനം. അങ്ങനെ മമ്മൂട്ടിയുടെയും മക്കളായ ദുൽഖറിന്റെയും സുറുമിയുടെയും എല്ലാം മുറികളിൽ ഇനി ആരാധകർക്കും അതിഥികൾക്കും വന്നിരുന്ന് കഥകൾ പറയാം. അവരുടെ സന്തോഷ നിമിഷങ്ങളിൽ ഇനി മുതൽ മലയാളത്തിന്റെ മെഗാ താരത്തിന്റെയും കുടുംബത്തിന്റെയും കയ്യൊപ്പുണ്ടാകും. ന്യൂസ് 18 കൊച്ചി. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 500 രൂപ വേതനം പ്രഖ്യാപിച്ച് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത്. ബജറ്റ് സർക്കാർ അംഗീകരിച്ചാൽ 154 രൂപ ഗ്രാമപഞ്ചായത്ത് വകയിരുത്തി 500 രൂപ വേതനം നൽകുമെന്നതാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷീദ് ഒളക്കര അവതരിപ്പിച്ച ബജറ്റിലെ പ്രഖ്യാപനം. ദിവസക്കൂലി 346 രൂപ മാത്രമുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 500 രൂപ വേതനം പ്രഖ്യാപിച്ച് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. സർക്കാർ അംഗീകാരം ലഭിച്ചാൽ 154 രൂപ ഗ്രാമപഞ്ചായത്ത് വകയിരുത്തി 500 രൂപ വേതനം നൽകുമെന്നതാണ് ശ്രദ്ധേയമായ പ്രഖ്യാപനം. സംസ്ഥാനത്തെ ജീവിത നിലവാരം കണക്കിലെടുത്താണ് ഇത്തരമൊരു പ്രഖ്യാപനമെന്ന് ബജറ്റ് അവതരിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷീദ് ഒളകര പറഞ്ഞു. പഞ്ചായത്തിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഷോപ്പിംഗ് കോംപ്ലക്സ്, ബഡ്സ്, റീഹാബിലിറ്റേഷൻ സെന്റർ, വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണം, മുഴുവൻ പ്രദേശങ്ങളിലും വെളിച്ചമെത്തിക്കാൻ തെരുവ് വിളക്കുകൾ, ലഹരിക്കെതിരെ തുടർ ക്യാമ്പയിനുകൾ, MCFന് സ്വന്തമായി സ്ഥലം വാങ്ങുന്നതിനും കെട്ടിടം നിർമ്മിക്കുന്നതിനും പദ്ധതി തുടങ്ങിയവയാണ് മറ്റ് പ്രധാന പദ്ധതികൾ. ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിനും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള പദ്ധതികൾക്കും ആവശ്യമായ തുക മാറ്റിവെച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ വിവിധ പദ്ധതികൾക്കൊപ്പം ജൈവവേലി നിർമ്മാണത്തിനും സൗരോർജ്ജ വേലി നിർമ്മാണത്തിനും തുക വകയിരുത്തിയിട്ടുമുണ്ട്. വയോജനങ്ങളുടെയും സ്ത്രീകളുടെയും ഉന്നമനത്തിനു വേണ്ടിയുള്ള പദ്ധതികൾക്കും തുക നീക്കിവെച്ചിട്ടുണ്ട്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 ബജറ്റ് അവതരണമാണ് നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു ജനകീയ ബജറ്റായിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. സമൂഹം ഇപ്പോൾ ഏറ്റവും നേരിടുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിൽ 18 വാർഡുകളിൽ പ്രത്യേക കൗൺസിലിങ്ങും ക്ലാസ്സുകളും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട്, ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്തവണ ബജറ്റിൽ നമ്മൾ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ജനകീയ ബജറ്റായിക്കൊണ്ടാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2025-26 ബജറ്റ് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. AKPA സ്ഥാപക ചെയർമാൻ ജോസഫ് ചെറിയാൻ അനുസ്മരണവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ച് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചാരുമൂട് മേഖലാ കമ്മിറ്റി. ചൂനാട് UP സ്കൂളിൽ നടന്ന പരിപാടിയിൽ മേഖലാ പ്രസിഡന്റ് നാസർ ഷാൻ അധ്യക്ഷനായിരുന്നു. ഇഫ്താർ സംഗമത്തിനൊപ്പം നടന്ന പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങിൽ MS അരുൺകുമാർ MLAയും പങ്കെടുത്തു. ജില്ലാ സെക്രട്ടറി അനിൽ ഫോക്കസ്, ബൈജു ശലഭം, സലീൻ ഫോട്ടോ പാർക്ക്, സന്തോഷ് ഫോട്ടോ വേൾഡ്, അജി ആദിത്യ എന്നിവർ സംസാരിച്ചു. ഹിരാജാൻ ഇഫ്താർ സന്ദേശം നൽകി. പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കോഴിക്കോട് പ്രവർത്തനം തുടങ്ങി. MK രാഘവൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ UGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് അധ്യക്ഷനായിരുന്നു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA ക്യാഷ് കൗണ്ടർ ഉദ്ഘാടനവും
അഹമ്മദ് ദേവർകോവിൽ MLA സ്ട്രോങ് റൂം ഉദ്ഘാടനവും ചെയ്തു. KTDC ചെയർമാൻ PK ശശി അവർകൾ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8185 രൂപ, പവന് 65,480 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6765 രൂപ, പവന് 54,120 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, കിലോയ്ക്ക് 1,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും.